സമയത്ത് ഞാൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എല്ലാരും അവരവരെ ഇത് നോക്കി ലാസ്റ്റ് ഇപ്പൊ എല്ലെണ്ണും അടിച്ച് മൂഞ്ചി തെറ്റി അങ്ങ് ഇരുന്ന് മനസ്സിലാ. അപ്പം ബ്രോ ആ ലൈഫ് ഓഫ് അനന്തു കോപ്പിറൈറ്റ് അടിച്ച് കളയാൻ പറ്റുമോ? അവൻ കുറെ പേരുടെ ലൈഫ് നശിപ്പിച്ചവനാണ്. എടാ ഓനൊന്നും ഒരു പുല്ല്, ഓനൊന്നും ഇതാക്കി വിചാരിച്ചിട്ട് എന്റെ ലൈഫ് നശിക്കാനൊന്നുമില്ല മനസ്സിലാവും. വിട്, ഞാൻ പറയുന്നില്ല. അതെല്ലാം നമുക്ക് നമുക്ക് നമ്മളെ പരിപാടികളിലൂടെ ഇതാക്കാൻ പറ്റും. പിന്നെ കൊടുക്കാൻ പറ്റുന്നതെല്ലാം നമുക്ക് ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മളോട് ചെയ്തവരെല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് സമയം വരുമ്പോൾ ഇതാക്കാം. അല്ലാണ്ട് മോശം സമയത്ത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞ ഉപദേശം. നമുക്കൊരു മോശം സമയത്താണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം മോശമായിട്ട് സംഭവിക്കും. അതെങ്ങനെയാടാ ലൈഫ് എങ്ങനെയാണ്? നമുക്ക് നല്ല ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എന്റെ നല്ല ടൈം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എന്ത് തെറ്റ് ചെയ്താൽ പോലും അത് നല്ലതേ ആവാറുള്ളൂ അല്ലെ. ഇപ്പൊ ഇത് ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് വലിയ തെറ്റാവും. അങ്ങനെയാണടാ ജീവിതം എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇസ്മായിൽ ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ? എന്നെ ഞാൻ പറയുന്നത് എടാ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആർക്കും വെയിറ്റോ ഇതൊന്നും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എല്ലെണ്ണം ജീവിച്ച് പോട്ടെ. കുറെ എണ്ണം ഞാൻ ഇതാക്കിയ കുറെ എണ്ണം അനക്ക് അടിച്ച് ബാക്കും തന്നിട്ടുണ്ട്. കുറെ എണ്ണം മനസ്സിലാ. അപ്പൊ ഓനെല്ലാം അങ്ങനെ ആക്കി അടിച്ചു തന്ന് ഈ പറഞ്ഞ പോലെ രക്ഷപ്പെടാന്ന് വിചാരിച്ചായിരിക്കും. ഇപ്പൊ എല്ലാവരും മൂഞ്ചിപ്പോ മൂഞ്ചി. അപ്പം എല്ലാവരും മനസ്സിലാ. അപ്പോ അത് തന്നെടാ, ഇത് അള്ള ഉണ്ട്. അങ്ങനെ അള്ള ഇല്ലാത്ത ലോകമൊന്നല്ല ഇത്, അല്ലെങ്കിൽ ദൈവം ഇല്ലാത്ത ലോകമൊന്നല്ല ഇത്. എന്തൊക്കെ ഉണ്ടോ, എന്തൊക്കെ ഇതുണ്ടോ അതിനെല്ലാം എല്ലാവർക്കും കിട്ടും മനസ്സിലാ. അതിപ്പോ ഏത് വല്ല മഹാനാണെങ്കിലും ഏത് വല്ല ആളാണെങ്കിലും തെറ്റ് ചെയ്താ അല്ലെങ്കിൽ അതിനുള്ള ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ പണി കിട്ടും. അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ വല്ല പുണ്യാളനായിട്ട് പറയുന്നൊന്നല്ല, ഞാനും മാറിയും ചെറ്റെല്ലാം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ്. പക്ഷെ ഞാൻ തന്നെ ആലോചിക്കുമ്പം ഞാൻ അങ്ങനത്തെ ഒരു അത്ര വലിയ ഇതല്ല. ഞാൻ ഒരു മണ്ടനായിട്ടുള്ള ഒരുത്തനാണ്. അതുകൊണ്ട് പറ്റിയ കുഴപ്പങ്ങളെ ഞങ്ങൾക്ക് ജീവിതത്തിൽ പറ്റിയിട്ടുള്ളൂ. ഇനി അപ്പൊ ഗാങ് ലൈവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഗാങ് ലൈവ് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നില്ലടാ ഉണ്ടാവോ ഇതാവോ എന്നൊന്നും. കാരണം എല്ലായിടത്തും അങ്ങനെയൊക്കെയാ പോകുന്നത്. ബിസിനസ് എന്തായി വരുന്നുണ്ട്, അടുത്ത വ്ളോഗ് വരുന്നുണ്ട് അതിന്റെ കാര്യങ്ങളായിട്ട്. എന്റെ ഇപ്പോഴത്തെ പുറമേയുള്ള ജീവിതം നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതൊക്കെ ആയിട്ട് വരുന്നുണ്ട്, വ്ളോഗ് വരുന്നുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ തെറ്റ് നടക്കൂല ബ്രോ. പക്ഷെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലടാ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. തെറ്റുകൾ സംഭവിക്കും, എന്നിട്ട് പിന്നെ ശരിയാവും. ചീത്ത സമയം വരും. ആ ചീത്ത സമയം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ കുറ്റം പറയും. ദൈവം ഇല്ല നമ്മൾ വിചാരിക്കും. ദൈവം നമ്മളെ രക്ഷിക്കൂല നമ്മൾ വിചാരിക്കും. പക്ഷെ നല്ല സമയം വരുമ്പം ഇതേ ദൈവം തന്നെ നമ്മളെ എല്ലാം മായ്ച്ചുകൊണ്ട് എല്ലാം മറിച്ചുകൊണ്ട് നല്ല ഇതിലേക്ക് എത്തിക്കും. അപ്പൊ അത് ജീവിതത്തിന്റെ ഒരു പാർട്ടായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കളിയായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല മനസ്സിലാ. എനിക്കറിയില്ല അതിനെ കുറിച്ച്. വ്ളോഗ് ഡബ്ല്യൂ ആയിരുന്നു. താങ്ക് യു ബ്രദർ. നീ സത്യമായി പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും. സ്ക്രിപ്റ്റ് ആക്കി മാനിപ്പുലേഷൻ ആക്കി. എടാ ഞങ്ങക്ക് ഈ പറഞ്ഞ പോലെ, ഞാൻ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ഇങ്ങനെ സ്ക്രിപ്റ്റ് ആക്കാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിയുള്ള ഒരുത്തരാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു മണ്ടത്തര ചെയ്യോടാ. കാരണം ഒരാളും എന്നോട് ഈ പറഞ്ഞ പോലെ ഡ്രഗ് റിസൾട്ട് ചോദിക്കാണ്ട് എല്ലാരും മറന്ന്, ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല, ആരും അതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നില്ല, ആരും ഇതാക്കുന്നില്ല. എന്നിട്ട് ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് അതും അത്രയും മണ്ടത്തരം കാണിച്ചിട്ട് ഇതായ ഒരുത്തനാണ് ഞാൻ. മനസ്സിലായ? അപ്പൊ കുറച്ചെങ്കിലും അതിനുള്ള കഴിവുള്ള ഒരുത്തനാണെങ്കിൽ ഞാനത് വൃത്തിക്ക് ചെയ്തിട്ട് നിങ്ങളെ മണ്ടന്മാരെ ആക്കുക, അല്ലെങ്കിൽ അങ്ങനെയല്ലേ അത് സംഭവിക്കേണ്ടത്. അപ്പം പറഞ്ഞില്ല. ലിയോൺ സിറ്റി കേറ്. നാളെ ലൈവ് ഉണ്ടോ? നാളെ ലൈവ് ഇടാം. ഗൈസ് ഹി ഈസ് മാനിപ്പുലേറ്റിംഗ്. അങ്ങനെ തന്നെടാ.
മാലിക്കായുള്ള ഇഷ്യ മാലിക്കായുള്ള ഇഷ്യാണ് ഇതിനെല്ലാം തുടക്കം. അങ്ങനെ പറയാൻ പറ്റൂല. എന്നാലും ഈ പറഞ്ഞ പോലെ ഇവന്മാർക്കെല്ലാം ഞാനല്ലേ പറഞ്ഞു കൊടുത്താടാ ഈ റാംബോനോടെല്ലാം. റാംബോ നിങ്ങൾ നിങ്ങളെ കാര്യമായിട്ട് പോയിക്കോ, ഞാനിപ്പോ നിങ്ങളെ RP-യിലില്ല, ഇതിനില്ല. അപ്പൊ എന്നെ ദയവേതൊന്നും പറയാനോ ഇതാക്കാനോ വരരുത്, നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ബുള്ളിങ്ങും ഇതെല്ലാം ഇവർ തന്നു. ഞാൻ വിട്ട് 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 ഇതാക്കി. പുറത്തും കുറേ നടന്നിട്ടുണ്ട് ഇതെല്ലാം, അകത്ത് മാത്രല്ല. പിന്നെ ലാസ്റ്റ് കെട്ടേരം ഈ പറഞ്ഞ പോലെ. പക്ഷെ അതൊന്നല്ല കേട്ടോ, ഇതെല്ലാം അതിന്റെ മുമ്പേ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇത് ഇതാക്കുമെന്ന്. പക്ഷെ ഇവന്റെ ഈ കൊണയും കൂടി കണ്ടേരം എനിക്ക് ഒന്നും കൂടി ഒന്ന് ഇളകി, മനസ്സിലായി? ഈ കണ്ട വാണത്തിന്റെ ഇത് കണ്ടേരം. അപ്പം അങ്ങനെയാണ്. ബ്രോ അന്ന് ഹൃദു അരുൺ വന്നിട്ട് തെറി വിളിച്ചത് സ്ക്രിപ്റ്റ് ആണോ? ഏയ് അതൊന്നും അങ്ങനെ എല്ലാം ഒന്നല്ലടാ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നതല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ എല്ലാം സ്ക്രിപ്റ്റ് ഒന്നല്ല. ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ മെജോറിറ്റി ഓഫ് ദ തിങ്സ് ഇതാണ്. പക്ഷെ ഇങ്ങനത്തെ എല്ലാം ഒന്നും അങ്ങനെയല്ല. എല്ലാം അങ്ങനെ ചെയ്യാൻ പറ്റൂല നമുക്ക്. അങ്ങനെ എങ്ങനെ വേറൊരാളെ എങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് ആക്കി ചെയ്യാൻ പറ്റും? ഈ പുറമേ വരുന്ന നമ്മളെ കൂട്ടത്തിൽ നടക്കുന്നതല്ലാണ്ട്, നമ്മളിപ്പോ 10 ആളുണ്ടെങ്കിൽ 10 ആള് കൂടിയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാന്നല്ലാണ്ട് പുറമേ ഉള്ള ആരും ഒന്നും അങ്ങനെ ഒന്നും നിൽക്കൂല. പ്രത്യേകിച്ച് ആരും അങ്ങനെ പുറമേ ഉള്ള ആൾക്കൊന്നും അത് മനസ്സിലാവില്ല. അവർക്കൊന്നും അങ്ങനെ ആക്ട് ചെയ്യാൻ പോലും അങ്ങനെ ഒന്നും പറ്റൂല, മനസ്സിലായോ? അപ്പം എന്തായാലും നീ മുമ്പില് നമ്മള് ഹാപ്പി. അത് മതിയടാ മുത്തേ, അത് മതി. ബ്രോ യുവർ വ്യൂസ് ആർ അണ്ടർ 18. എന്റെ പൊന്ന് ബ്രദർ, ഇവിടെ എത്ര 812 ഇതാ ഇവിടെ എനിക്ക് കാണാം. വ്യൂസും വെച്ചിട്ട് ഞാൻ ഇവിടെ ലൈവ് ചെയ്യുന്നു, മനസ്സിലായോ? വെറുതെ നിന്റെ എല്ലാം ഓരോ മൊണ്ണത്തരം എല്ലാം കണ്ട് ഞാൻ ഇതാകണായിരിക്കും. ഇത് എനിക്ക് ഇവിടെ കാണിക്കും, നിങ്ങൾക്ക് കാണിക്കൂലെങ്കിലും. ഷമീർ ലൈവ് സ്റ്റോറി പറയുന്ന. ലൈവ് സ്റ്റോറി എന്താ ഞാൻ പറയാനുള്ളത്? ലൈവ് സ്റ്റോറി എന്താ പറയണ്ടേ? ലൈവ് തുടങ്ങിയാലും നിങ്ങൾ കണ്ടല്ലേ. അപ്പം ലാസ്റ്റ് 40% പറയാമോ? ലാസ്റ്റ് 40 മതിയടോ, എന്തിനാടോ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും? എടാ നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ പറഞ്ഞ ഈ സംഭവം എല്ലാം നടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം എനിക്ക് വേണേൽ ഫേസ് ക്യാം ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ റീച്ചും കൂടുതൽ ആൾക്കാരിലേക്കെല്ലാം ഇതെല്ലാം എത്തും. പക്ഷെ എനിക്ക് വേണ്ട, ഈ ഉള്ള ആൾക്കാരോട് ഞാൻ ഈ കാര്യം പറഞ്ഞ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഈ പറഞ്ഞ പോലെ ഓന്റെ കൂടെ 10-12 കൊല്ലം ഞാൻ കൂടെ ഉണ്ടായതാ അല്ലേ? ഞാൻ ഒരിക്കൽ പോലും എൻ്റെ റീചാർജ് ചെയ്യാൻ പോലും ഓൻ ഇങ്ങനെ ചോദിക്കും, റീചാർജ് ചെയ്യണോന്ന് ചോദിക്കും. ആയിരിക്കും റാംബോക്കൊക്കെ റീചാർജ് ചെയ്ത് കൊടുക്കുമ്പോൾ ചോദിക്കും, റീചാർജ് ചെയ്യണോന്ന് ചോദിക്കും. ഞാൻ പറയും വേണ്ടാന്ന് പറയും. കാരണം എന്താ അറിയോ? എനിക്ക് എൻ്റെ ഇതിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ആ പൈസക്ക് എന്തെങ്കിലും മേടിച്ച് തിന്നാന്നുള്ള ബോധമുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ മൈൻഡുള്ള ആളാണ് ഞാൻ. ഓൻ്റെ ആടെ തിന്നു കടന്നു, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചു കടന്നുറങ്ങി എന്നല്ലാണ്ട് വേറൊരു ഇതിനും ഞാൻ ഓൻ്റെ പൈസയോ ഇതോ അല്ലെങ്കിൽ വേറൊന്നും ഞാൻ അവിടുന്ന് യൂസ് ചെയ്തില്ല, മനസ്സിലായോ? അങ്ങനെ പോയതാ ഞാൻ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഓൻ്റെ ലൈവ് എന്റർടൈൻ ആക്കാൻ വേണ്ടി എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ മലേഷ്യൻ വ്ളോഗെല്ലാം ഓൻ പറഞ്ഞ് എന്താ പറയുക, ഇതിൽ കണ്ടന്റ് ഒന്നും ഇല്ല, ഞാൻ ഈ വ്ളോഗ് ഇടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്തത് എന്താ അറിയോ? ഞാൻ അവിടെ ഉള്ള ഒരു പെണ്ണുങ്ങളെ കണ്ടിട്ട് വെറുതെ പോയിട്ട് അങ്ങോട്ടൊരു ഇതാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓന്റെ ലൈവിന് അല്ല എന്താ വ്ളോഗിന് കണ്ടന്റ് ആക്കാൻ വേണ്ടി ഞാൻ ചെയ്തു കൊടുത്തതാ അത്. അങ്ങനെ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം ക്യാമറയുടെ മുമ്പിലുള്ള കാര്യം കേട്ടോ. ഇതിന്റെ ബാക്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓന്റെ എന്തെല്ലാം സ്ട്രഗിളിങ് പീരീഡിലും എന്തെല്ലാം കാര്യത്തിലും കൂടെ ഉണ്ടായി എന്നുള്ളത് ഓന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇത്രയും ഇതെല്ലാം ചെയ്ത് എനിക്ക് ഓനൊരു ചാനൽ ഉണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് പേ ഓഫ് കിട്ടി. അൾട്ടിമേറ്റ്ലി ഞാൻ ചെയ്തതിനൊക്കെ എനിക്ക് ഒരു പേ ഓഫ് കിട്ടി. ഓൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഇത്ര കാലം കൂടെ നിന്നതിന് എനിക്കൊരു ഇത് തന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് നടന്നല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഓൻ ചെയ്തു തന്നല്ലോ. സോ
എനിക്ക് അൾട്ടിമേറ്റ്ലി ഒരു പേ ഓഫ് കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നിന്നു. ഞാൻ ഏറ്റവും അവനോട് റവന്യൂ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ആ പ്രൈം ടൈമിൽ 10-15 യൂട്യൂബിൽ ലൈവ് വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പം ആ ലൈവ് കഴിയുമ്പോൾ ഇത്ര ലക്ഷം എനിക്ക് കിട്ടും മാസത്തിൽ. അപ്പം അത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ വരെ ആ പൈസ ചോദിക്കാനോ ഇതാക്കാനോ ഒന്നും ഞാൻ നിന്നില്ല. എന്നിട്ട് 1 മാസം 2 മാസം 3 മാസം 4 മാസം ഞാൻ പൈസ ചോദിച്ചിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ടുമില്ല. എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഓരോരോ ആൾക്കാർ പറയാറുണ്ട്, എന്ത് ഇത്ര പൈസ കിട്ടുന്നില്ല, ഇത്ര പൈസ കിട്ടുന്നില്ല, ഇത്ര ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇത്ര ലക്ഷം കിട്ടുന്നില്ല. എല്ലാവരും വിചാരം അങ്ങനെയാണ്. പക്ഷെ ഞാനത് ചോദിക്കാനോ പറയാനോ ഒന്നും നിന്നില്ല. കാരണം ഓനാണ് നിങ്ങൾക്ക് അത് തന്നത്, മനസ്സിലായോ? അതുകൊണ്ട് അത് ചോദിക്കുന്നത് ശരിയല്ല. ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ പെങ്ങളെ ഇത് വന്ന് വീട്ടിൽ നിന്നും ഇതിൽ നല്ല പ്രഷറായി എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നുള്ള ഇത് വന്നിട്ട് അപ്പം ജാസി എന്നോട് പറയുന്നുണ്ട്, എന്ത് ഓന് 1 ഉറുപ്പ്യ നിനക്ക് തരാൻ പോകുന്നില്ല, നീ കണ്ടോ. ഞാൻ അവനോട് പറഞ്ഞ കാര്യം, ബ്രോ നീ നോക്കിക്കോ, എന്തൊക്കെ പറഞ്ഞാലും ആരോടൊക്കെ ഓൻ ചെറ്റത്തരം ചെയ്താലും എന്നോട് ചെയ്യൂല, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ ഓൻ പെരുമാറൂല, അല്ലെങ്കിൽ ഓൻ ചെയ്യുന്നതിനുള്ള ഒരു ബാക്കിൽ ഒരു അർത്ഥം ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് ഞാൻ താഴേക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങി പോയതാണേ. സ്റ്റെപ്പ് ഇറങ്ങി പോയി ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ റൂമിൽ ഇരുന്ന് ഗെയിം കളിക്കുക എന്തോ ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിന് പൈസ ചോദിച്ചാലും ഓന്റെ സ്വഭാവം മാറി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ പോലെ ഇവരെല്ലാം പറഞ്ഞത് സത്യമാണ്. അത് മാത്രല്ല, ഇവരെല്ലാം പറഞ്ഞത് സത്യാന്ന് മാത്രല്ല, എന്താ പറയാ ഈ പറഞ്ഞ പോലെ എനിക്ക് അത് ഈ പറഞ്ഞ പോലെ എന്നോട് പറയാറുണ്ട്. ജാസി ആണെങ്കിൽ ഇതാണെങ്കിലും എല്ലാം പറയാറുണ്ട്, ഇവൻ ഇങ്ങനെ ചെയ്യും, ഇങ്ങനെയാണ് ഇവന്റെ ഉദ്ദേശം, ഇങ്ങനെയാണ് സംഭവം തന്നെ പറയാറുണ്ട്. പക്ഷെ ഞാൻ പറയും, എടാ അങ്ങനെയല്ല, എനിക്ക് അറിയാത്തോണ്ടാ ഞാൻ അവനെ ഇത്ര കൊല്ലായി കാണുന്നു. ഇങ്ങനെ ഞാൻ ഇത് ഡിഫെൻഡ് ചെയ്യല. ഈ ലാസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ താഴേക്ക് റൂമിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ പോലും ഞാൻ ഡിഫെൻഡ് ചെയ്ത് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്നത്, ഓൻ അങ്ങനെ ചെയ്യൂല ഒരിക്കലും. എൻ്റെ കേസിൽ ചെയ്യൂല, വേറെ ആരെ കേസിൽ ഓൻ ചെയ്താലും എൻ്റെ കേസിൽ ഓൻ അങ്ങനെ ചെയ്യൂല. എൻ്റെ പെങ്ങളെ കല്യാണം എന്ന് പറഞ്ഞാൽ അത് ഓൻ്റെ പെങ്ങളെ കല്യാണമായിട്ട് ഓൻ കാണും. ഇങ്ങനെയും വിചാരിച്ച് ഞാൻ പോയിട്ട് എന്നോട് പറഞ്ഞ വർത്താനം കേട്ടിട്ട് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ 12 കൊല്ലത്തെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ സംശയിച്ചിട്ട് ഞാൻ അവിടെ ട്രോമറ്റൈസ്ഡ് എന്നല്ല, ഞാൻ ഡിപ്രഷൻ അല്ല, ഞാനിങ്ങനെ ദേഷ്യവും വെറുപ്പും എനിക്ക് എന്നോട് തന്നെ എനിക്ക് ദേഷ്യവും വെറുപ്പും ഇതെല്ലാം തോന്നിപ്പോയി. കാരണം അത് അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പോയി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ വിട്ടു. ഈ പറഞ്ഞ പോലെ ഓനെ അങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ വിചാരിച്ചു ഓൻ്റെ പ്രഷറിൽ പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പറഞ്ഞായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഈ പറഞ്ഞ പോലെ 3 മാസം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവന്റെ ബാക്കിൽ നിന്ന് ഫോൺ വിളിച്ചും ഇതാക്കി എല്ലാം ഞാൻ നടന്നു. ഞാൻ പറയടാ, നമുക്ക് ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണോ, എന്തിനാ ഇങ്ങനെ ഒരു സംഭവം ആക്കുന്നത്, നമുക്ക് നല്ല രീതിയിൽ പോയാൽ പോരെ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഓൻ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല. ഞാൻ ബാക്കിയുള്ള റാംബോനെ വിളിക്കും, പിന്നെ മൻസൂർ ഖാനെ വിളിക്കും, മറ്റവനെ വിളിക്കും, ഓൻ്റെ ഗേൾ ഫ്രണ്ടിനെ വിളിക്കും. ഇവരാരും ഫോൺ എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല. ആകെ ഇതാക്കിയത് ആരാ? മൻസൂർ ഖാനോട് ഞാൻ ഒരു 2-3 മണിക്കൂർ ഇരുന്ന് ഞാൻ കാര്യം പറഞ്ഞു കൊടുത്തു. ഏത് മൻസൂർ ഖാ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. മൻസൂർ ഖാ, എന്തിനാ ഇങ്ങനെ ഒരു സംഭവം ആക്കുന്നത്, എന്തിനാ നമ്മൾ എങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? സീക്രട്ട് ഏജന്റ് അനന്തുവിന്റെ വീഡിയോ കണ്ടോ, ഫസ്മിനെ കൂടെ എല്ലാം പറഞ്ഞു. ഓക്കെ മോനെ, ഫസ്മിനെ വന്ന് പറയട്ടെ. ഈ സീക്രട്ട് ഏജന്റ് ഞാൻ പറയുന്നില്ല, ഈ കണ്ട മറ്റേ വാണുണ്ടല്ലോ, അനന്തു വാണം, ഇവനെല്ലാം പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കല്ലേ. ഇവനെല്ലാം പൈസക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാ. അത് മന്നെ വെച്ച് വീഡിയോ ഇട്ടാൽ ഓന് ഗുണം ഉണ്ടാകും, അതുകൊണ്ട് ഓൻ വീഡിയോ ഇടും, മനസ്സിലായോ? അതുകൊണ്ട് ഓൻ്റെ ഒന്ന് പേര് ഞാൻ മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. എനിക്ക് അറിയില്ല ഈ വാണല്ലേ ഏതാന്ന് പോലും, ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ വാണം. ഓനല്ലേ ഈ പറഞ്ഞ പോലെ ഏതാന്ന് പോലും എനിക്ക് അറിയില്ല. ഓൻ്റെ ഒന്ന് പേര് പോലും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഹക്കീം, അനാൻഷ, സീക്രട്ട് ഏജന്റ്, ഇങ്ങനത്തെ 4 ആൾ അറിയുന്ന ആളെ കുറിച്ച് ഞാൻ പറയും. ഈ അനന്തു എന്നെല്ലാം പറഞ്ഞ അണ്ടർ റേറ്റഡ് മൊണ്ണനൊന്നും ഞാൻ പറയുന്ന പോലും ഇല്ല. കാരണം അതിന് വേണ്ടിയിട്ടായിരിക്കും ഓൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടാവും. ഓൻ്റെ പേര് ഞാൻ പറഞ്ഞ് ഓനെ കുറ്റം പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അത് ഇങ്ങനെ നോക്കും, ഈ വാണെല്ലാം അതിന് വേണ്ടി നടക്കുന്നതാണ്. അതുകൊണ്ട് ഓനെല്ലാം എന്തെല്ലോ കഥയും ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് വന്ന് പറയുമായിരിക്കും. ഫസ്മിനെ വന്ന് പറയട്ടെ, അതല്ലേ അതിന്റെ ശരി. അല്ലാണ്ട് ഈ കണ്ട ഈ വാണെല്ലാം പറയുന്നത് കേട്ടിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ നമുക്ക് സമയമില്ല. അപ്പോ എന്താ ഞാൻ പറഞ്ഞത്, ആ അപ്പൊ അതും കഴിഞ്ഞ് ഈ മൻസൂർ ഖാനോടുള്ള അത്രയും മണിക്കൂർ ഞാൻ സംസാരിച്ചു, ഇങ്ങനെ ആക്കണ്ട മൻസൂർ ഖാൻ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. മൻസൂർ ഖാൻ ഓനോട് പറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ ഈ ഷെയ്ഖ് എന്ന് പറഞ്ഞ വേണം, ഇവനല്ല ഈ പറഞ്ഞ പോലെ ഇതിൽ ഇടപെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയതെന്ന് ഇവനെല്ലാം ചെയ്തു തന്ന ഗുണം, മനസ്സിലായ?
ഇവനെല്ലാം ഈ പറഞ്ഞ ഗ്രീഡീസ് പറയുന്നെല്ലാം പറഞ്ഞിട്ട് ഇവനെല്ലാം ഓൻ്റെ വന്ന് സൂപ്പർ ചാറ്റ് ചെയ്യുന്നുണ്ടായിട്ടുണ്ടല്ലോ ഈ വാണം. അപ്പൊ ഈ വാണെല്ലാം ചെയ്തു തന്ന്